പ്രിയമുള്ളവരെ, ഒരു വൃദ്ധന് 2 കുടങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നദിയിൽ നിന്ന് എന്നും ആ 2 കുടങ്ങളിലും വെള്ളം ശേഖരിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു കുടത്തിന് പൊട്ടലുണ്ടായിരുന്നു. അതൊരു പൊട്ടിയ കുടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശേഖരിക്കുന്ന വെള്ളം വീട്ടിലെത്തുമ്പോഴത്തേക്കും ആ പൊട്ടിയ കുടത്തിൽ നിന്ന് ചോർന്നു പോയിരിക്കും. അതുകൊണ്ട് തന്നെ ആ കുടത്തിന് വലിയ സങ്കടമായിരുന്നു. അത് മനസ്സിലാക്കിയ വൃദ്ധൻ ഒരിക്കൽ ആ കുടത്തോട് പറഞ്ഞു, നീ ഈ പൂക്കൾ കണ്ടോ? ഈ പൂക്കൾ ഉണ്ടായത് നിന്റെ വിള്ളലിലൂടെ ഒലിച്ചിറങ്ങിയ ജലം ഇവർക്ക് അനുഗ്രഹമായി മാറിയത് കൊണ്ടാണ്. നിന്റെ തകർച്ച, നിന്റെ പൊട്ടൽ, നിന്റെ വിള്ളൽ, അത് ഈ ചെടികൾക്ക് അനുഗ്രഹമായി മാറി. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും തകർച്ചകളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നാം ചിന്തിക്കും, നമ്മുടെ ജീവിതം അതിൽ തന്നെ നിരർത്ഥകമാണ്, എന്നെ കൊണ്ട് ആർക്കും ഉപകാരമില്ല എന്നൊക്കെ. പക്ഷെ ഒന്നോർക്കൂ, വളരെ എളിയവരായ നമ്മളെ പോലും, നമ്മുടെ തകർച്ചകളെ പോലും, നമ്മുടെ ബലഹീനതകളെ പോലും, നമ്മുടെ കുറവുകളെ പോലും ദൈവത്തിന് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാനായി സാധിക്കും. അതുകൊണ്ട് നിന്റെ തകർച്ചകളെയും പോരായ്മകളെയും ബലഹീനതകളെയും കർത്താവിന് സമർപ്പിക്കൂ. തീർച്ചയായും യേശുവിൻ്റെ തിരുഹൃദയം നിന്നെ അനുഗ്രഹിക്കും, നിന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ.